നല്ല അടിപൊളി വണ്ടിയല്ലേ? എന്ത് രുചിയോ ഇത്? എന്ത് കംപ്ലൈന്റ് ആയിട്ട് ഇവിടെ വന്നാ? ഇതേ കസ്റ്റമർ വണ്ടിയല്ല, ഇതൊരു ഡീലറിന്റെ വണ്ടിയാണ്. ഇത് എവിടെയുള്ള ഡീലറാ? ഇത് അടൂർ കസ്റ്റമറാണ്. ഓക്കെ അപ്പൊ നമുക്ക് അപ്പോൾ യൂസ്ഡ് വണ്ടി എടുത്തിട്ട് ഡൽഹിയിൽ നിന്ന് എടുത്തിട്ട് സെയിൽ ചെയ്യുന്നതാണ്. ഓക്കെ. വണ്ടി കൊണ്ടുവന്നു, ഏത് വണ്ടി എടുത്താലും കൊണ്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ചെറിയ കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ പുള്ളി ചെയ്തിട്ട് എന്തായിരുന്നു അതിന്റെ കംപ്ലൈന്റ്സ് ഒക്കെ? എന്തായിരുന്നു? ഒരു കംപ്ലൈന്റും ഇല്ല. ഒന്നുമില്ല. ഇല്ല. ഓക്കെ. പിന്നെ ചെറിയതായിട്ട് പറയാനുണ്ടെങ്കിൽ ചെറിയ ബ്രേക്ക് പഠിച്ച കുറവുണ്ടായിരുന്നു. എത്ര പെർസെന്റ് 25% കുറവുണ്ടായിരുന്നു. അത് മാറ്റുവാണ് ഇപ്പൊ? അതുകൂടെ മാറ്റം ചെയ്തോളാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എടുക്കുന്ന ആൾക്ക് യാതൊരു ബുദ്ധിമുട്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ചെയ്ത് വിടാൻ പറഞ്ഞു. മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യം? കാരണം ഇങ്ങനെ ചെയ്യുന്ന ഡീലേഴ്സും ഉണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ട് ഡൽഹി വണ്ടികൾ നോക്കി വന്ന് എടുത്തിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്പെക്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യുന്നത്. ഇപ്പം 25% ബ്രേക്ക് പാഡ് ഓൾറെഡി ഉണ്ട്. ഞങ്ങൾ നോക്കിയിട്ട് ജിയോ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഒരു കംപ്ലൈന്റും ഇല്ല. 15% ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ മാറാൻ അഡ്വൈസ് ചെയ്യുള്ളൂ. അദ്ദേഹം വന്നിട്ട് ആ ബ്രേക്ക് പാഡ് മാറ്റി വിടുക. കാരണം അദ്ദേഹത്തിന്റെ പേര് ചീത്തയാകാൻ പാടില്ല. നാളെ ഈ ഒരു റെഫറൻസ് അദ്ദേഹത്തിന് വേറെ ബിസിനസ് കിട്ടുകയും ചെയ്യണം. സോ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് കേരള വണ്ടിയുടെ സെയിം ക്വാളിറ്റിയാണ്, വിലക്കുറവിൽ കിട്ടുമെന്നേ ഉള്ളൂ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി വാങ്ങാം. അത് ഈ പറയുന്നതുകൊണ്ട് വേറൊരു കാര്യം തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾക്ക് ഇവിടെ വണ്ടിയുടെ ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളോ ഒന്നുമില്ല. കാരണം അങ്ങനത്തെ ഒരു ബിസിനസ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ വാങ്ങാൻ വരുന്ന കസ്റ്റമർ അടുത്ത് കള്ളം പറയേണ്ടി വരും, ഇല്ലെങ്കിൽ നമ്മളെ ചെക്കപ്പിന് വരുന്ന ആളുടെ അടുത്ത് നീതികേട് നമ്മൾ പുലർത്തേണ്ടി വരും. സോ അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല. ആര് വന്നു കഴിഞ്ഞാൽ ഇൻസ്പെക്ട് ചെയ്യാൻ വന്നാലും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കും. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇൻസ്പെക്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു.